നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദുരന്തങ്ങൾക്ക് മുൻപ് പ്രകൃതി ചില സൂചനകൾ നൽകുമെന്നൊരു വിശ്വാസം നൂറ്റാണ്ടുകളായി വിവിധ ദേശങ്ങളിലെ മനുഷ്യരുടെ ഇടയിൽ സജീവമാണ്. അതിനാൽ തന്നെ അത്തരത്തിൽ എന്തെങ്കിലും കണ്ടാൽ മനുഷ്യരിൽ അസാധാരണമായ ഒരു ഭയം ഉടലെടുക്കാറുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇത്തരം അസാധാരണമായ സംഭവങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തും ഇന്നും സാധാരണമാണ് എന്ന് കാണാം. കഴിഞ്ഞ ദിവസങ്ങളിൽ വെൽ ദ്വീപുകളുടെ തീരങ്ങളിൽ ആയിരക്കണക്കിന് ചിലന്തി ഞണ്ടുകളുടെ പുറന്തോടുകൾ കണ്ടെത്തിയത് പ്രദേശവാസികളിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കടൽ തീരത്തെത്തിയ സഞ്ചാരികളാണ് ചിലന്തി ഞണ്ടുകൾ കൂട്ടത്തോടെ തീരത്തടഞ്ഞ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഇതോടെ ഈ ചിത്രങ്ങൾ വൈറലായിരിക്കുകയാണ്. വിശാലമായ തീരത്ത് ആയിരക്കണക്കിന് ചിലന്തി ഞണ്ടുകളെയാണ് കണ്ടെത്തിയത്. ഇതോടെ തീരദേശവാസികളും ആശങ്കയിലായി. എന്നാൽ ഭയക്കേണ്ടതില്ല എന്നാണ് വിദഗ്ധ അഭിപ്രായം. വെയിൽസിലെ ദ്വീപിൽ അനുഭവപ്പെട്ട കടുത്ത ചൂടിനെ തുടർന്നാണ് ഈ ചിലന്തി ഞണ്ടുകൾ അബർഫ്രോയിലെ തീരത്തേക്ക് എത്തിയത് എന്നാണ് കരുതുന്നത്. അടുത്ത കാലത്തായി താപനിലയിലുണ്ടായ വർധനവ് ഒരേ സമയം ഞണ്ടുകളുടെ തോടുകൾ പൊഴിക്കാൻ കാരണമായേക്കാം എന്ന് കരുതുന്നു. ഇതിനെയാകാം ഇവ തീരത്തെത്തിയത്. തീരത്ത് കണ്ടെത്തിയ ഞണ്ടുകൾ മരിച്ചവയല്ലെന്നും മറിച്ച് അവയുടെ പുറന്തോടുകൾ മാത്രമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇവ സ്പൈനി സ്പൈഡർ ക്രാബ് ഷെല്ലുകളാണ് എന്നും ചത്ത ഞണ്ടുകളല്ല എന്നും ഈ അഗൽസി സി മൃഗശാലയുടെ ഡയറക്ടർ ഫ്രാങ്കി പറയുകയാണ്. ഇത്തരത്തിൽ ആദ്യം തന്നെ ഈ അപകടങ്ങൾ മുന്നേ അറിയാനുള്ള കഴിവ് ജന്തുജാലങ്ങൾക്കുണ്ട് എന്നത് ശരിയാണ്. കാരണം ഇങ്ങ് കേരളത്തിൽ ചൂരൽമലയിൽ കേരളം കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ അവിടെ ബാക്കിയായി അവശേഷിക്കുന്നത്, ഒരു പട്ടണത്തിൽ ബാക്കിയായി അവശേഷിക്കുന്നത് കുറെ വളർത്തു നായ്ക്കളും വളർത്തു മൃഗങ്ങളും മാത്രമാണ്. കഴിഞ്ഞ ദിവസം ജീവനും പണയം വെച്ച് ഓടി രക്ഷപ്പെട്ട ആ ദുരന്തമുഖത്തു നിന്നും ഓടി രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് ചാടിക്കയറിയ ഒരു കൂട്ടം ആളുകൾ പറയുന്നത്, അതിലൊരു യുവതി പറഞ്ഞത്, ആനക്കൂട്ടം വന്നത് ഞങ്ങളെ രക്ഷിക്കാനായിട്ടാണ് എന്നാണ്. ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപ് ആനക്കൂട്ടം മലയിറങ്ങി വന്നിരുന്നു എന്നാണ് ഇപ്പോൾ യുവതി പറയുന്നത്. ആനക്കൂട്ടം അത്തരത്തിൽ വരണമെങ്കിൽ ഇതിനു മുൻപും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ വരുന്നത്. അതുകൊണ്ട് തന്നെ ആനക്കൂട്ടത്തെ കണ്ടപ്പോൾ തന്നെ ഭയന്ന് വിറച്ചിരുന്നു. അതുകൊണ്ട് ആ നിമിഷം തന്നെ നല്ല മഴയായതിനാൽ തന്നെ കുടുംബാംഗങ്ങളെയൊക്കെ തന്നെ വിളിച്ച് മറ്റൊരു ബന്ധു വീട്ടിലേക്ക് മാറുകയായിരുന്നു എന്നാണ് ആ യുവതി പറയുന്നത്. സത്യത്തിൽ ഇത്തരത്തിലുള്ള മൃഗങ്ങൾക്ക് നേരത്തെ തന്നെ കാര്യങ്ങൾ വ്യക്തമായി അറിയാൻ സാധിക്കുന്നുണ്ട്. എല്ലാം തകർന്ന് തരിപ്പണമായത് ഒരു നിമിഷം കൊണ്ട്, ഒരു മിനിറ്റിനുള്ളിൽ എല്ലാം തകർന്ന് തരിപ്പണമാവുകയാണ്. രക്ഷാപ്രവർത്തകർ പലരും ഇപ്പോൾ ചവിട്ടി നിൽക്കുന്നത് മണ്ണിലോ ഭൂമിയിലോ അല്ല, മറിച്ച് ഏതെങ്കിലുമൊക്കെ വീടിന്റെ ടെറസിലായിരിക്കും. അത് കണ്ടാൽ ഒരു വീടായിരുന്നു എന്ന് പോലും പറഞ്ഞാൽ വിശ്വസിക്കാത്തക്ക വിധത്തിൽ, കണ്ണുകൊണ്ട് കണ്ടാൽ പോലും അതൊരു വീടായിരുന്നു എന്ന് വിശ്വസിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്ന ഇത്തരം ദുരന്തങ്ങൾക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിൽ പല സൈറണുകൾ മുഴങ്ങുന്നത് പോലെ, ദുരന്തം വരുന്നതിന് മുന്നേ ഉള്ള സൈറണുകൾ മുഴങ്ങുന്നത് പോലെയാണ് ഇപ്പോൾ ഈ മൃഗങ്ങളും വന്ന ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ നൽകുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ മുന്നറിയിപ്പുകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ച ചിലരൊക്കെ തന്നെ നമ്മുടെ ഇപ്പോഴും ഇന്നും ഈ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട കരയിലേക്ക് കയറിയവരാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇത്തരം മുന്നറിയിപ്പുകൾ ഇനിയും വരാനുള്ള സാധ്യത ഏറെയാണെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ.